എൻ്റെ പേര് പാസ്റ്റർ ജെയിംസ് വർഗീസ്. ഞാൻ കഴിഞ്ഞ ദീർഘവർഷങ്ങളായി മലബാറിൽ നിലമ്പൂർ കേന്ദ്രമാക്കി കർത്താവിൻ്റെ മഹത്വകരമായ ശുശ്രൂഷ ചെയ്തു വരികയാണ്. നമ്മുടെയൊക്കെ ജീവിത അനുഭവത്തിൽ ഒത്തിരി കാര്യങ്ങളിലൂടെ ദൈവം നമ്മളെ നടത്തുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഏലിയാവിനെ ദൈവം കാക്കയെക്കൊണ്ട് പോഷിപ്പിച്ച പ്രസംഗം ഒത്തിരി കേട്ടിട്ടുണ്ട്. എന്നാൽ എൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട ഒരു ജീവിതാനുഭവം നിങ്ങളുമായി പങ്കുവെക്കുന്നതിന് എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ 1986 കർത്താവിൻ്റെ വിളി കേട്ട് കർത്താവിൻ്റെ വേലയ്ക്കിറങ്ങി. പാസ്റ്റർ CN ശാമുവേലിൻ്റെ ബൈബിൾ കോളേജിൽ അത് തുടങ്ങിയ ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥിയായി പഠിച്ചു. ഒരു വർഷത്തെ പഠനം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട്, ഞങ്ങളോട് എല്ലാവരോടും, നിങ്ങൾ മലബാറിലെ ഓരോ വേലസ്ഥലം തിരഞ്ഞെടുത്ത് അവിടെ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങളെ എല്ലാം പല സ്ഥലങ്ങളിലേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ ഞാൻ നിലമ്പൂർ എടക്കരയിൽ നിന്നാണ് 7 കിലോമീറ്റർ കിഴക്കോട്ട് യാത്ര ചെയ്യുന്ന നാരേക്കാവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വന്നു. മരുത നാരേക്കാവ് എന്ന് പറയുന്ന സ്ഥലത്ത് വന്നു. അവിടെ വന്ന് ഞാനും എൻ്റെ കൂട്ടത്തിൽ VM ചെറിയാൻ എന്ന് പറയുന്ന ഒരു ദൈവദാസനും ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുകയാണ്. ആരും ഞങ്ങൾക്ക് പരിചയമുള്ളവരില്ല. ഞങ്ങളുടെ കയ്യിലെ അവസാനത്തെ പൈസയും തീർന്നു. ഒന്നും ഞങ്ങളുടെ കരങ്ങളില്ല. പക്ഷേ എന്നാലും ഞങ്ങൾ രാവിലെ 8 മണിക്ക് എഴുന്നേറ്റ് വർക്കിനിറങ്ങും. അങ്ങനെ ആ പ്രദേശങ്ങളെല്ലാം കയറി ഇറങ്ങി സുവിശേഷ വേല ചെയ്യും. ആഴ്ചകളായിട്ട് ഒന്നും കഴിക്കാനില്ല. പക്ഷേ എന്നാലും ഞങ്ങൾ വർക്ക് നിർത്തത്തില്ല. അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ട ഒരു വീട്ടിൽ ഒരു രാത്രി യോഗത്തിന് അവർ ഞങ്ങളെ ക്ഷണിച്ചു. അങ്ങനെ ആ വീട്ടിൽ ചെന്ന്, അതൊരു ഓർത്തഡോക്സുകാരുടെ ഭവനമായിരുന്നു. ആ ഭവനത്തിൽ ഞാനും ഈ VM ചെറിയാൻ എന്ന് പറയുന്ന ദൈവദാസനും ചെന്ന് അവിടെ ഒരു 10-25 പേര് ആ വീടിൻ്റെ മുറ്റത്ത് കൂടി. പക്ഷെ ഞങ്ങൾ ആഹാരം കഴിച്ചിട്ടില്ല. കുറേ ദിവസങ്ങളായി. പ്രസംഗിക്കാനുള്ള ശക്തിയില്ല, കാലിനും കൈക്കും ബലമില്ല, ആ കണ്ടീഷനായി. എന്നാലും VM ചെറിയാനും ഞാനും കൂടെ ദീർഘസമയങ്ങൾ അവിടെ വചനം പ്രസംഗിച്ചു. അവസാനം എൻ്റെ തൊണ്ടയിൽ നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് രക്തം പൊടിക്കാൻ തുടങ്ങി. തുപ്പുന്നത് രക്തമായി മാറി. അതുപോലത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. അവരെല്ലാവരും വചനം കേട്ടു. ഒത്തിരി സന്തോഷമായി. ചിലരൊക്കെ കർത്താവിന് വേണ്ടി സമർപ്പിച്ചു. തിരിച്ച് ഞങ്ങൾ മടങ്ങി വരികയാണ്. ഞങ്ങൾ മടങ്ങി വരുമ്പോൾ അവിടെ ഒരു മുസ്ലിങ്ങളുടെ വീടുണ്ട്. ഒരു പ്രായമായ ഒരു അപ്പച്ചൻ അവിടെയുണ്ട്. അവരെ വലിയപ്പാ എന്ന് വിളിക്കുന്ന അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. മലബാറിൽ നമ്മൾ അപ്പച്ചൻ എന്ന് വിളിക്കുന്ന പോലെയാണ്. ഞങ്ങളിങ്ങനെ കയറി ആ വീടിൻ്റെ മുറ്റത്തോട് വരുമ്പോൾ അവിടെ വലിയ ആളും അനക്കവും ഒക്കെയുണ്ട്. അപ്പോൾ ഞാൻ ഈ വലിയപ്പാടി, അല്ല വലിയപ്പ എന്താ ഇവിടെ വലിയ ആളും അനക്കമൊക്കെ, ഞാനിവിടെ അയാൾക്ക് വല്ലതും പറ്റി മരിച്ചു പോയെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, വന്നാളി, നിങ്ങളിവിടെ വന്നിട്ട് നിങ്ങൾ കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. ഞങ്ങൾ മുസ്ലിങ്ങളുടെ ഹോട്ടലിൽ നിന്നൊക്കെ ആഹാരം കഴിച്ച രീതി ഉണ്ടെങ്കിലും ഒരു വീട്ടിൽ നിന്ന് ആഹാരം കഴിച്ച ഒരു രീതിയില്ല. ഞങ്ങൾ അല്പം മടിച്ചപ്പോൾ അയാൾ ചോദിച്ചു, അതാ നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കഴിക്കത്തില്ലേ? ഞാൻ പറഞ്ഞു, ഇല്ല, കഴിക്കും വലിയപ്പ, കഴിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ കഴിക്കാൻ തീരുമാനിച്ചു. അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ ആളുകൾ പിരിഞ്ഞു പോയി. അവിടുത്തെ സ്ത്രീകൾ, മുസ്ലിം സ്ത്രീകൾ, അവർ ആണുങ്ങളുടെ അടുത്ത് വിളമ്പി കൊടുക്കുന്ന നമ്മുടെ രീതി അനുസരിച്ച് ഇങ്ങനെ ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന രീതിയില്ല. അവർ മേശപ്പുറത്ത് വെച്ചിട്ട് അങ്ങ് മാറിപ്പോവും. അവരെ നമ്മൾ കാണാൻ പാടില്ല. അതാണ് അവിടുത്തെ ഒരു രീതി. ഈ കാക്കായിക്കോട്ട് കണ്ണും കാണത്തില്ല, വലിയപ്പായ്ക്ക് കണ്ണും കാണത്തില്ല. അപ്പം ഞങ്ങളാണെങ്കിൽ വിശന്ന് എത്രയോ ദിവസങ്ങളായി ആഹാരം കഴിച്ചിട്ടില്ല, വെറും വെള്ളം കുടിച്ച് ജീവിക്കുക. ഈ മേശപ്പുറത്ത് ഞാൻ നോക്കുമ്പോൾ ഒരടുക്ക് അരിപ്പത്തിരിയും കോഴിയുടെ ചിക്കൻ കറിയും കുറച്ച് അരിപ്പത്തിരി എന്ന് പറയുന്ന ഈ പത്തിരി എന്ന് പറയുന്ന വേറൊരു രീതിയിലുള്ള ഒരു പായസം പോലെയുള്ള ഒരു ഗ്ലാസ് പായസവും കുറച്ച് പഴമൊക്കെ അടുക്കി വെച്ചിരിക്കുമോ. ഞങ്ങൾ രണ്ടും കൂടെ പറഞ്ഞേടാ നമുക്ക് കഴിക്കാം എന്ന് പറഞ്ഞു. ഞങ്ങൾ സ്തോത്രം ചെയ്ത് വയറ് എത്ര കഴിച്ചെന്ന് ഇപ്പോഴും എനിക്ക് ഓർമ്മയില്ല. ഏതാണ്ട് കൊണ്ടുവച്ചിടത്തോളം കഴിച്ചു തീർത്തു. കഴിച്ചു തീർത്തപ്പോൾ ഞങ്ങൾക്ക് ഇത്രയും ദിവസം കഴിച്ചിട്ട് പിന്നെ കഴിച്ചതുകൊണ്ട് അതിൻ്റെ ഒരു അസ്വസ്ഥതയും ഉണ്ടായി. പക്ഷേ ഞങ്ങൾ പതിയെ അവിടുന്ന് കാക്കായിക്ക് നന്ദിയൊക്കെ പറഞ്ഞ് വീട്ടിൽ വന്നു. രാത്രി ഒത്തിരി നേരം കരഞ്ഞു. ദൈവമേ, ഏലിയാവിനെ ദൈവം കാക്കയെ കൊണ്ട് പോഷിപ്പിച്ചു, ഞങ്ങളെ ഒരു കാക്കായെ കൊണ്ടും പോഷിപ്പിച്ചല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടും കൂടെ വളരെ സന്തോഷത്തോടെ അന്ന് രാത്രി കിടന്നു. രാവിലെ ഒരു 10 മണിയായപ്പോഴത്തേക്കും പക്ഷേ CN ശാമുവേൽ ഞങ്ങളെ വേലസ്ഥലത്ത് അയച്ചതല്ലേ, അദ്ദേഹം ഞങ്ങളെ അന്വേഷിച്ചു വന്നു. എന്നെ ഭയങ്കര സ്നേഹമായിരുന്നു അദ്ദേഹം വന്ന ഉടനെ ഞങ്ങളുടെ കൊച്ചു കിച്ചണിലൊക്കെ കയറി നോക്കി. അവിടെ ഒന്നുമില്ല, ഒരു സാധനവും ഇല്ല, ചായപ്പൊടി പോലും ഞങ്ങളുടെ വീട്ടിലില്ല. അദ്ദേഹം എന്നോട് ചോദിച്ചു, അല്ല ജെയിംസേ, അതാ കുന്നംകുളക്കാരൻ, എന്തുട്ടാ ജെയിംസേ, നിനക്കൊന്ന് പറഞ്ഞുകൂടാഞ്ഞോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ, അച്ഛാ ആരോട് പറയാനാ, കർത്താവല്ലേ വേലയ്ക്ക് വിളിച്ച് അച്ഛനോടല്ലല്ലോ പറയേണ്ടത്, ദൈവത്തോട് ഞങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞു. ഇത് കേട്ട് ഈ മനുഷ്യൻ എന്നെ കയറി കെട്ടിപ്പിടിച്ചു, കരഞ്ഞു, എന്നെ അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് എന്നെ കൊണ്ടൊരു കടയിൽ പോയി ഒരു കുറേ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് ആ മനുഷ്യൻ ഞങ്ങൾക്ക് തന്നു. എന്നിട്ട് അദ്ദേഹം വീട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങളെ ആക്കിയേച്ച് എൻ്റെ തലയെ കൈ വെച്ച് അനുഗ്രഹിച്ചു.
കണ്ണുനീരോടെ ആ മനുഷ്യൻ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം കഴിഞ്ഞ ദീർഘവർഷങ്ങൾ ഒരിക്കൽ പോലും ആഹാരമില്ലാതെ പട്ടിണി കിടന്ന ഓർമ്മ എൻ്റെ മനസ്സിലില്ല. ഒരു കാര്യം ഞാൻ പറയാം, നാം വിശ്വസ്തയോടെ പരമാർത്ഥതയോടെ കർത്താവിനെ സേവിച്ചാൽ ഏലിയാവിൻ്റെ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവം. ഒത്തിരി അനുഭവങ്ങൾ എനിക്കുണ്ട്. എന്നാൽ ഒരു ചെറിയ സമയം കൊണ്ട് ഒരു ചെറിയ അനുഭവം നിങ്ങളുമായി പങ്കുവച്ചു. എൻ്റെ ഹൃദയത്തിലെ വലിയ ആഗ്രഹമായിരുന്നു ഒരു സഭ സ്ഥാപിച്ചൊരു പാസ്റ്റർ. അങ്ങനെയാണ് നാരേക്കാവിൽ കഠിനപ്രയത്നം ചെയ്ത് അധ്വാനിച്ച് അവിടെ ഒരു സഭ സ്ഥാപിച്ച് ആ സഭയിൽ ഞാൻ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഓർഡിനേഷൻ ലഭിക്കുന്നത്. ഞാനൊരു പാസ്റ്ററായി മാറി. അതുകൊണ്ട് ഞാൻ അതിനുശേഷം ബൈബിൾ കോളേജ് തുടങ്ങി. ബൈബിൾ കോളേജിലെ വിദ്യാർത്ഥികളോട് ഞാൻ നിരന്തരം പറയും, എടാ മക്കളെ, നിങ്ങൾ ആരും പാസ്റ്റർ ആകരുത്, നിങ്ങളൊരു സഭ സ്ഥാപിച്ച് പാസ്റ്റർ ആകണം എന്ന് പറയുമായിരുന്നു. അതുകൊണ്ട് എൻ്റെ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരു നല്ല ശതമാനം കർത്തൃദാസന്മാർ അവരെല്ലാം എവിടെയെങ്കിലുമൊക്കെ പോയി താമസിച്ച് പട്ടിണി കിടന്ന് അധ്വാനിച്ച് സഭ സ്ഥാപിച്ച് പാസ്റ്ററായവരാണ്. ആ വലിയ സന്തോഷം എൻ്റെ ഹൃദയത്തിലുണ്ട്. ദൈവത്തിൻ്റെ കരുണയാൽ ബൈബിൾ കോളേജ് തുടങ്ങി 400 കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് ഞാൻ എൻ്റെ മനസ്സിലെ ആശയങ്ങൾ പങ്കിട്ട് കൊടുത്ത് പഠിപ്പിച്ച് അവരെല്ലാം ശക്തന്മാരായ സുവിശേഷകരായി ഇന്ന് മലബാറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കേരളത്തിലെ വിവിധ സ്റ്റേറ്റിൽ പ്രവർത്തിക്കുന്നു. അവരെല്ലാം ഓർത്ത് ഞാൻ വളരെ സന്തോഷമുള്ളവനാണ്. നിങ്ങളുടെ പ്രാർത്ഥന ചോദിക്കുന്നത് വീണ്ടും ഞാൻ പറയാം, ഏലിയാവിൻ്റെ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ഇന്നും നമ്മെ പോഷിപ്പിക്കാൻ, വളർത്താൻ, ഉയർത്താൻ മതിയായ കർത്താവാണ്. നമുക്ക് ഈ ദൈവത്തെ അക്ഷയമായി ബഹുമാനിച്ച് സ്നേഹിക്കാം. എന്നെ കേട്ട് എല്ലാവരോടും നന്ദി പറയുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചാലും. ഗോഡ് ബ്ലസ് യു. നിങ്ങളുടെ മക്കൾക്ക് വിവാഹപ്രായമായോ? അവർക്കൊരു ജീവിത പങ്കാളിയെ അന്വേഷിച്ചു തുടങ്ങിയോ? നിങ്ങളെ സഹായിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. ഹാലലുയ മാട്രിമോണിയൽ ഏറ്റവും വിശ്വസ്തമായും ഏറ്റവും പെട്ടെന്നും നിങ്ങളുടെ മക്കൾക്ക് അനുയോജ്യമായ ദൈവഹിതപ്രകാരമുള്ള ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനുള്ള ഏറ്റവും നല്ല മാർഗമാണ്. എന്താണ് ഹാലലിയ മാട്രിമോണിയലിൻ്റെ പ്രത്യേകത? ഹാലലിയായിക്ക് എല്ലാ ദിവസവും 10-15 വാർത്തകൾ വരെ പ്രസിദ്ധീകരിക്കുന്ന ഒരു ഓൺലൈൻ സംവിധാനമുണ്ട്. ആ വാർത്തകളോട് കൂടെ നിങ്ങളുടെ മക്കളുടെ വിവാഹ പരസ്യം കൂടെ ഉൾപ്പെടുത്തുവാൻ സാധിക്കും. അങ്ങനെ ഇത് ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരുന്നു. നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ആലോചനകൾ തിരഞ്ഞെടുക്കത്തക്ക നിലയിൽ ധാരാളം ഫോൺ കോളുകൾ നിങ്ങൾക്ക് ലഭിക്കും. രണ്ടാമത്തെ കാര്യം, ഹാലലിയായിക്ക് കഴിഞ്ഞ 30 വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രിൻ്റ് എഡിഷനുണ്ട്. എല്ലാ മാസവും 1-ാം തീയതിയും 15-ാം തീയതിയും ഹാലലിയ പത്രം പുറത്തിറങ്ങുന്നു. ആയിരക്കണക്കിന് വരിക്കാരിലേക്ക് അതെത്തുന്നു. ഈ പത്രത്തിലും ഈ മാട്രിമോണിയൽ പരസ്യം ഞങ്ങൾ ഉൾപ്പെടുത്തുന്നു. ഈ 2 സംവിധാനത്തിലൂടെ 10,000ങ്ങളിലേക്ക് നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ എത്തിച്ചേരുമ്പോൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അനുയോജ്യമായ ആലോചനകൾ ലഭിക്കുന്നു. ദൂരെ എങ്ങും പോകണ്ട. നിങ്ങൾ ഇതോടൊപ്പമുള്ള നമ്പറിലേക്ക് നിങ്ങളുടെ മക്കളുടെ പ്രൊഫൈലും ഫോട്ടോയും അയച്ചു തരിക. ഇന്ന് തന്നെ ഇതിൽ രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കും. വളരെ കുറഞ്ഞ ചെലവിൽ നിങ്ങളുടെ മക്കൾക്ക് അനുയോജ്യമായ വിവാഹാലോചന കണ്ടെത്തുവാൻ സാധിക്കും. അത് കേരളത്തിൽ മാത്രമല്ല, ലോകമെങ്ങുമുള്ളവർക്ക് ഈ സംവിധാനം ഉപയോഗിക്കാവുന്നതാണ്.